നമസ്കാരം. വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. കർത്താവ് കർമ്മം ക്രിയ. ഇപ്പം എന്താ ഇങ്ങനൊരു കണ്ടന്റ് എന്ന് വിചാരിച്ചാണോ അല്ലേ? കർത്താവ് കർമ്മം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ക്രിയ ഉദരക്രിയയായി മാറും. ഇപ്പം പിടികിട്ടിയ ഞാൻ ഈ വാക്കൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് പണ്ട് പത്മ ടീച്ചറിൻ്റെ മലയാളം വ്യാകരണ ക്ലാസ്സിലാണ്. കർത്താവ് കർമ്മം ക്രിയ. ഈ മെഡുല ഒബ്ലാങ്കേറ്റ എന്തെന്ന് തിരിച്ചറിഞ്ഞൂടാത്ത പ്രായത്തിൽ വരെ ഞാൻ അതിനെ തെറിവിളിച്ചു പോയിട്ടുണ്ട്. രാമൻ രാവണനെ കൊന്നു. അതിൽ രാമൻ കർത്താവും രാവണൻ കർമ്മവും, കൊന്നു ക്രിയയും. ഇനി എന്ത് ക്രിയയാണെങ്കിലും കൊന്നു. മർഡർ കേസ്. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ പ്രണയത്തിലും ഉണ്ട്. ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നു എന്ന് വെച്ചു, അപ്പോൾ അവനാണ് കർത്താവ്, അവൾ കർമ്മം. ഈ പുറകെ നടക്കൽ, മെസ്സേജ് അയക്കൽ, ഗിഫ്റ്റ് കൊടുക്കൽ, ഇതൊക്കെയാണ് ക്രിയ. കുറച്ചു കാലം കഴിയുമ്പോൾ അവൾ കർത്താവും, അപ്പോൾ അവൻ കർമ്മമാവും. ക്രിയ അവളുടെ തേപ്പ്. അല്ലെങ്കിലും നല്ലൊരു തേപ്പുകാരി എപ്പോഴും നല്ലൊരു മകളായിരിക്കും. ഇതും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയണമല്ലോ. ഇനി ഈ കർത്താവും കർമ്മം ക്രിയയും ഒക്കെ കുടുംബത്തിലോട്ടൊന്ന് കയറിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ആ കർത്താവെന്ന് വിചാരിക്കുന്നത് ആ കുടുംബത്തിലെ ഗ്രഹനാഥനാണെന്നല്ലേ. സർക്കാരിൻ്റെ റേഷൻ കാർഡിന് വരെ അറിയാം ഈ കർത്താവ് എന്ന് പറയുന്നത് ഗ്രഹനാഥയാണ്, മറ്റതെല്ലാം പുറം പൂച്ചയേ ഉള്ളൂ. കർമ്മം കെട്ടിയവനും മക്കളും. ഈ കർമ്മം നന്നായിട്ട് ക്രിയ ചെയ്തില്ലെങ്കിൽ കർത്താവ് കർമ്മത്തിൻ്റെ ക്രിയ 16 ദിവസം എടുത്ത് ചെയ്തിരിക്കും. ഈ കർമ്മ എന്നൊരു വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കർമ്മ ഈസ് ബൂമറാങ് ആണ്. നല്ല കാര്യം ചെയ്താൽ നല്ലതായും ചീത്ത കാര്യം ചെയ്താൽ ചീത്തയായും തിരിച്ചടിക്കുമെന്നല്ലേ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, നല്ല കാര്യം മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഈ കർമ്മ കിള്ളിപ്പാലത്തുനിന്ന് ചാല റോഡ് വഴി കയറി കിഴക്കേക്കോട്ട പോണ പോലെയാണ്, ഒൺലി വൺ വേ. ഇനി എന്തെങ്കിലും ആ നല്ല കർമ്മയ്ക്ക് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഓവർ ബ്രിഡ്ജ് വഴി തമ്പാനൂർ വഴി കറങ്ങി ആര്യശാല വരുമ്പം അവിടെ മൊത്തം ബ്ലോക്ക്, പിന്നെ അവിടെ കിടക്കും. നല്ലതിനൊന്നും ഫലം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, തെണ്ടിത്തരം കാണിക്കണ കർമ്മയൊന്നും കാണാതെ പോവല്ലേ തമ്പുരാനേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രാർത്ഥനയൊക്കെ ബലിക്കുന്നുണ്ട്. കർമ്മ വന്നിട്ടേനെന്ന സ്വല്ല്. രാഷ്ട്രീയത്തിലെ കർത്താവ് കർമ്മം ക്രിയ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അതായത് രമണ, മാളിക മുകളിൽ ഏറാൻ നേരത്ത് ഒരു കൈ സഹായിച്ച സാധാരണക്കാരെയൊക്കെ നികൃഷ്ട ജീവികളായിട്ട് കാണാതെ ഒരു കൈ അവരെയും കൂടെ ഒന്ന് സഹായിച്ച് താൻ ഏതു നിമിഷവും ആക്രമിക്കപ്പെടാൻ പോകുന്ന ഒരു ഇരയായിട്ട് നടിക്കാതെ ആ അഹന്തയൊക്കെ ഒന്ന് മാറ്റി വച്ചിരുന്നെങ്കിൽ വീഴുമ്പോഴുള്ള ആ ആഘാതമെങ്കിലും ഒന്ന് കുറഞ്ഞേനെ. കേട്ടിട്ടില്ലേ, നീ കഴുകനെ പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കും. യഹോവയുടെ അരുളപ്പാട്. പക്ഷെ ഇത്രയും കണ്ടമാനം പൊക്കത്തിൽ നിന്ന് വീണിട്ടും രാജാവിന് വലിയ അടിയൊന്നും ഏറ്റിട്ടില്ല. രാജാവിനേക്കാളും വലിയവരായിട്ട് നടിക്കുന്ന വടന്മാരുടെ പുറത്തല്ലേ വീണത്. കേടുപാട് മൊത്തം വടന്മാർക്കായിരുന്നു. അല്ലെങ്കിലും അതെ, രാഷ്ട്രീയത്തിലൊന്നും നിരന്തര വിജയവും നിരന്തര ശത്രുക്കളും ഇല്ല. രാഷ്ട്രീയത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു പോയാൽ അത് നല്ലതായിട്ട് ഭരിച്ച അതിൻ്റെ കർത്താവ് ഞാൻ. ഇനി അത് പാഴായി പോയാൽ കണ്ടവൻ കർത്താവ്. അവിടെ കർത്താവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, കർമ്മത്തിന് ക്രിയയ്ക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ല. അതുപോലെ കർത്താവ് നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യാൻ ചാടി വീണ് എണീക്കുമ്പം കർത്താവും കുടുംബവും പൊടിയും തട്ടി അങ്ങ് പോകും. ഈ കർമ്മം ചെയ്തവർ അങ്ങ് തീഹാറി പോയി ക്രിയ ചെയ്തുകൊണ്ട് കിടക്കേണ്ടി വരും അല്ലേ. ഈ കർമ്മം ചെയ്യാൻ ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ ഒരു മിനിറ്റ് നിന്നിട്ട് ഈ കർമ്മം ഇപ്പം ആവശ്യമുണ്ടോ, ഈ കർമ്മം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ, നമുക്ക് മുന്നേ പോയവർ ഈ കർമ്മം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു മിനിറ്റ് ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പം ചപ്പാത്തി വരത്തിൽ ക്രിയ ചെയ്യാതെയെങ്കിലും ഇരിക്കായിരുന്നല്ലോ. ഇതിപ്പോൾ ജാമ്യം പോലും കിട്ടാത്ത കർമ്മമായിപ്പോയി, അതും ഒരു അംഗത്വം പോലും ഇല്ലാത്ത കർത്താവിന് വേണ്ടി. എന്നാൽ ചില കൂട്ടർ സ്വന്തമായിട്ട് ഒരു കർമ്മവും ചെയ്യേയില്ല, മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മത്തിന് ഓടി നടന്നങ്ങ് കുറ്റം പറയുകയും ചെയ്യും. 10 വർഷം തൂഫാൻ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും തൂറാനുള്ള പറമ്പ് പോലും ബാക്കി വയ്ക്കാതെ ഇപ്പം തൂക്കാനുള്ള തുറപ്പ തപ്പിക്കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? സ്വന്തം തൊഴിലെടുത്ത് എന്തോ വലിയ കർമ്മം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മൈക്കും കൊണ്ട് ഓടി ട്രോൾ ഉണ്ടാക്കുകയാണ് ചാനൽ കർത്താവുകൾ. ഒരാവശ്യമില്ലാതെ വെറുതെ മൂലക്കിരിക്കുന്ന ആളിൻ്റെ വായിൽ പോയി കിണ്ടി എന്തെങ്കിലും ചോദിച്ച് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് നേരെ അടുത്ത ആളിൻ്റെ അടുത്ത് ഓടും. അയാൾക്കാണെങ്കിൽ എന്തോ വലിയ അത്യാവശ്യത്തിന് പോകാനുള്ളതാണ്, അല്ലിക്ക് ആവരണം എടുക്കാൻ പോണ കാര്യം അവിടെ വിട്ടിട്ട് അയാൾ അതിന് മറുപടിയും കൊടുക്കും. അതുകൊണ്ട് മൂന്നാമത്തെ ആളിൻ്റെ അടുത്തോട്ട് പോകും. വൈകിട്ട് അന്തിച്ചർച്ചയ്ക്ക് സമയമാകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അങ്ങ് എത്തിക്കാറുണ്ട്. ഓമനമ്മയുടെ ഭാഷയിൽ ഇതിനെ കുത്തിത്തിരിപ്പെന്ന് പറയും. പണ്ടൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആണ്ടിലോ ആവണിയിലോ ഒരിക്കൽ ആരെങ്കിലും മരിക്കുമ്പോഴായിരുന്നു. ഇതിപ്പോൾ സരസ്വക്കൻ്റെ കുടുംബശ്രീ പോലെ സെക്കൻഡിനല്ലേ ബ്രേക്കിംഗ് ന്യൂസ്. ബ്രേക്കിംഗ് ന്യൂസിനൊന്നും പണ്ടത്തെ പോലെ ഒരു ഗുമ്മില്ലെന്നേ. ഇനി ആര് കർത്താവായാലും കർത്താവ് നന്നായാലേ നാട് നന്നാവുള്ളൂ എന്നും കർത്താവ് എന്തോ കൊട്ടക്കണക്കിന് കൊണ്ടു തരും എന്ന് വിശ്വസിച്ചിരിക്കണം നമ്മൾ സാധാരണക്കാരോട് ഒരു വാക്ക്. കർത്താവ് ചുറ്റുമുള്ളതെല്ലാം വിലക്കപ്പെട്ട കനിയാക്കി വില കൂട്ടി അങ്ങ് വച്ചിരിക്കുകയാണ്. തൊട്ട
കൈ പൊള്ളും. ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ കർമ്മം ചെയ്യാൻ മുന്നിട്ടിറങ്ങണം. സ്വന്തം കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.